ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 45-ാം വാക്യത്തിൽ ദാവീദ് ഗോലിയാത്തിനെ നോക്കി പറയുകയാണ്, ഹല്ലേലൂയ, നീ വാളും കുന്തവുമായി വേലുമായി എൻ്റെ നേരെ കടന്നു വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിൻ്റെ നേരെ കടന്നു വരുന്നു. അപ്പോൾ ഇതാ ഫിലിസ്ത്യർ കടന്നു വന്ന് 40 ദിവസമായിട്ട് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുകയാണ്. സകലരും മാറി നിൽക്കുമ്പോൾ മല്ലനായ ഗോലിയാത്തിനെ നേരിടുവാൻ രാജാവ് ഉൾപ്പെടെ സകല സൈന്യവും ഭയന്ന് ഇരിക്കുമ്പോൾ ഇത് അഭിഷിക്തനായ ദാവീദ് അവൻ്റെ നേരെ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ദാവീദ് അവനോട് പറയുന്ന കാര്യം, നീ നിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നിൻ്റെ വാള്, നിൻ്റെ കുന്തം, വേലുമായി നീ എൻ്റെ നേരെ കടന്നു വരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിൻ്റെ അടുക്കൽ കടന്നു വരുന്നത് ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ കടന്നു വരുന്നു. നമുക്കറിയാം, അങ്ങനെ കടന്നുപോയി ഒരു കല്ലുകൊണ്ട് ആ ഫിലിസ്ത്യനെ ജയിച്ച് ഇസ്രായേൽ ജനത്തിന് വലിയ വിടുതലായി, ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായി, ദേശത്തൊക്കെയും വലിയ വിടുതലായി, അനുഗ്രഹമായി തീർന്നു. കാരണം എന്ത്? അവൻ ഉപയോഗിച്ചത് യഹോവയുടെ നാമമാണ്. ഈ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകങ്ങളുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ നിൻ്റെ മുന്നിൽ നിൽക്കുന്ന